റെക്കോർഡ് ചെയ്യാൻ പറയാം. ഓക്കെ സർ, Yes, കണ്ടിന്യൂ ചെയ്തോളൂ. done. ഓക്കെ, വൺസ് അഗെയിൻ വാം വെൽക്കം ടു ഓൾ. റൌഫ് സാർ അവിടെ വന്നപ്പോൾ സമാധാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ തെറാപ്പിയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പം നമ്മൾ ടൂണിനോട് അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ചോദിക്കുമ്പം വാട്ടർ തെറാപ്പിയെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് വരും. ആ ഒരു ടൈപ്പ് നോളജ് അല്ല ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ നോക്കുന്നത്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു നോളജാണ്. ഇപ്പം വാട്ടർ തെറാപ്പി എന്ന് പറയുമ്പോൾ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് അത് നമ്മൾ ഹൈഡ്രോളിക് തെറാപ്പി എന്നൊക്കെ പറയും. അപ്പോൾ അത് ഡിഫറെൻറ്റ് ഫോംസ് ഒക്കെ കാണും. ഒക്കാട്ടിക് എക്സസൈസ്, വാം വാട്ടർ തെറാപ്പി, കോണ്ടാക്ട്സ് തെറാപ്പി, വേൾപൂർ. ഈ ഒരു കോണ്ടാക്ട്സിലല്ല പറയാൻ പോകുന്നത്. വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു നോളജിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പം ഇവിടെ എനിക്ക് ഞാൻ എന്നെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എന്നെ ഓഡിബിൾ ആൻഡ് വിസിബിൾ അല്ലേ? ഇങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം രാവിലെ എഴുന്നേറ്റ പാട്ട് എടുക്കും. കുറച്ച് വെള്ളം ഇങ്ങനെ ഗ്ലാസ്സിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Yes, കേൾക്കാം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അത് കുറച്ചുകൂടി ട്രാൻസ്പാരന്റ് ഗ്ലാസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ട് വെള്ളത്തിന് മുകളിൽ ജസ്റ്റ് ഒന്ന് കൈ വെക്കുക. ജസ്റ്റ് ഇങ്ങനെ വെള്ളം എടുക്കുക, വെള്ളത്തിന് മുകളിൽ ഒന്ന് കൈ വെക്കുമ്പം ഒരു 30 സെക്കൻഡ് വെള്ളത്തിന്റെ മുകളിൽ കൈ വെക്കുമ്പോഴത്തെ വെള്ളം നമ്മളെ കൈ എന്ത് ചെയ്യും, ഒന്ന് വലിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു മോഡ് ഒരു 21 ഡേയ്സ് അല്ല കുറച്ച് ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴത്തെ നമുക്ക് അതിൻ്റെ ഒരു വെള്ളത്തിന് മുകളിൽ ജസ്റ്റ് ഒന്ന് കൈ വെക്കുക. വെള്ളം ചാർജ് ആവും, വാട്ടർ ചാർജ് ചെയ്യും. ഈ വെള്ളം നമ്മൾ വിത്ത് അഫർമേഷനായിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വെറുതെ എന്തെങ്കിലും ഒരു അഫർമേഷൻ, വാട്ടവർ അല്ലേ, നമ്മളെ ഹെൽത്തിനെ കുറിച്ചുള്ള ഐ എം ഹാപ്പി എന്നുള്ള മെസ്സേജ് വെച്ച് കൊടുക്കാം, ഐ എം ഹെൽത്തി എന്നുള്ള മെസ്സേജ് കൊടുക്കാം, ഐ എം വെൽത്തി എന്ന് വാട്ടവർ യു ലൈക്ക് യു ക്യാൻ സേ യുവർ അഫർമേഷൻ. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഡേ ഒന്നും നമ്മൾ പറയുന്നില്ല, ഒരു മിനിമം ഡേയ്സ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേ നിങ്ങൾക്ക് യു ഫീൽ ദ ഡിഫറൻസ്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു കോൺസെപ്റ്റ് വളരെ ആൻഷ്യൻ ഡേയ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവിടെ ഇപ്പം നമ്മുടെ സജ്ജന മാം ഒക്കെ അവിടെ ഉണ്ട്, റഫ് സാറൊക്കെ ഉണ്ട്. ഇവർ ഇസ്ലാം മതവിശ്വാസികൾ ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഇത് വളരെ സിമിലർ ആയിട്ട്, പക്ഷെ ആരും ഇത്രയൊന്നും ചിന്തിക്കാറില്ല. അവർ നിസ്കരിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം ഈ എന്താ വെച്ചാൽ ഒന്നെടുക്കുക എന്നൊക്കെ പറയും. ഈ ബോഡീൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ നമ്മൾ നടത്താറുണ്ട്. ബോഡി ഒന്ന് പ്യൂരിഫൈ ചെയ്യും. കൈയെല്ലാം കൈയും ഇവിടെയൊക്കെ നമ്മളിങ്ങനെ നെറ്റി എല്ലാം ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, കൈകാലൊക്കെ ചെയ്തിട്ടാണ് ബിഫോർ ഗോയിങ് ടു പ്രെയർ. ദറ്റ്സ് എ പ്രാക്ടീസ് അല്ല, ട്രഡീഷൻ. ആ ഒരു രീതിയാണ് അവർ ചെയ്യാറുണ്ട്. ഇതേ സംഭവം തന്നെ നമുക്ക് വേദത്തിൽ ഈ സംഭവം പറയുന്നുണ്ട്. വേദത്തിൽ ഒരു ഇന്ദ്രിയ സ്പർശം എന്ന് പറയും. നമ്മളെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ സ്പർശം എന്ന് പറയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ, നമ്മൾ നല്ലത് കാണണമെങ്കിൽ, നല്ലത് കേൾക്കണമെങ്കിൽ, നല്ലത് പറയണമെങ്കിലൊക്കെ നമ്മുടെ ഉള്ളം എന്ത് ചെയ്യണം, നമ്മുടെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി, റിഫൈൻഡ് മൈൻഡ് എന്ന് എന്ത് ചെയ്യുള്ളൂ. സോ വി ക്യാൻ സീ ഓൺലി സീ ഗുഡ്, ഹിയർ ഗുഡ്, ടു സ്പീക്ക് ഗുഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി റിഫൈൻഡ് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അവിടെ വേദത്തിന് ഇന്ദ്രസ്പർശത്തിന്റെ സമയത്ത് എങ്ങനെ പറയുന്നു, ഓം വാക്വാത് വാക്കാത്, ഓം പ്രാണ പ്രാണ, ഓം ചശുത് ചശുത്, ഓം സോത്രം സോത്രം, ഓം നാഭി, ഓം ഹൃദയം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സോ വാട്ട് ഐ എം ടെല്ലിങ് ഈസ് ദാറ്റ് നമ്മളെ റിഫൈൻ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ബോഡി പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സർക്കിൾ തന്നെ കുറച്ചുകൂടി റിഫൈൻഡ് ആവാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഇവിടെ വാട്ടർ തെറപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ നമുക്ക് കുറച്ചുകൂടിയും ജലം കൊണ്ട് നമ്മൾ ഈ ആചമനം ചെയ്യാന്ന് പറയുന്ന പരിപാടിയുണ്ട്. കേട്ടോ, ആചമനം ചെയ്യാന്ന് പറയും. ആചമനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വലത്തെ കയ്യിൽ കുറച്ച് എന്ത് ചെയ്യുക, വെള്ളം എടുക്കുക ചെയ്യുന്നത്. ഇത് ഒരു ടെർമിനോളജിയാണ്. അപ്പൊ ഈ സാധനമൊക്കെ ഞാൻ പഠിക്കുന്നത് കുഞ്ഞുനാളിൽ അഗ്നിഹോത്രം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിന്റെ ഒക്കെ ആയിട്ട് കണക്റ്റുള്ള സാധനം. അഗ്നിഹോത്രം പഠിക്കാന്ന് പറഞ്ഞു. അഗ്നിഹോത്രം
സന്ധ്യാവന്തനമൊക്കെ. അപ്പൊ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒഴിക്കും. ആ സമയത്ത് അതിന് പറയുന്ന പേര്, ഇവര് ഇസ്ലാം മതവിശ്വാസികള് ഒതെടുക്കാന്നൊക്കെ പറഞ്ഞ അതിന് പറയാ ആ, ആചമനം ചെയ്യാം. ആ വാക്കിന്റെ പേര് ആചമനം. ആചമനം ചെയ്യാന്ന് പറഞ്ഞാൽ വലത്തെ കയ്യിൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ച് വലത്തെ കൈ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, ആ വെള്ളം നമ്മൾ 3 തവണ നമ്മൾ ഇറക്കുക ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ വെള്ളം നമ്മുടെ ഉള്ളിലേക്ക്, ശുദ്ധമായ ജലം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയുടെ ഒരു പ്യൂരിഫിക്കേഷൻ നടന്നു. ഓട്ടോമാറ്റിക്കലി മൈൻഡിന് പ്യൂരിഫിക്കേഷൻ നടന്നു. ഇവിടെ ആചമനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആചമനം ചെയ്യുമ്പോൾ ഓം ചന്നോദേവിരഭിഷ്ടയ ആബോ ഭവന്തു പീതയെ ശമ്യോരഭിഷ്ടബന്ധുന എന്നാണ്. എന്നുവെച്ചാൽ നമ്മളെ ഒരു പ്യൂരിഫൈഡ് മൈൻഡിലേക്ക് നമ്മൾ വരും. നമ്മൾ വരുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇപ്പം വെള്ളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റ് നമ്മൾ ശ്വാസത്തിന്റെ കാര്യം എടുത്ത് നോക്കൂ. എങ്ങനെയാണ് ഇത്, ഈ വെള്ളം വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ. ഇപ്പം കുറച്ചുകൂടി പൈസ കൊടുക്കേണ്ടേ വന്ന ബോട്ടിൽ. കുറെ മുമ്പൊക്കെ ആണെങ്കിൽ വെള്ളം ഫ്രീ ആണ് നമുക്ക് എല്ലായിടത്തും. നമ്മുടെ ശ്വാസം ഇപ്പം ഫ്രീ ആണ്. നമുക്ക് നമ്മുടെ എയർ ഫ്രീ അല്ലേ. നാളെ ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് കിടക്കേണ്ടി വരും വെച്ചാൽ, ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട്, സുസമേമോ, ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഓക്സിജൻ എടുക്കേണ്ടി വന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഇല്ല ഇല്ല, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആരെങ്കിലും അങ്ങനെ ഒരു റിലേറ്റീവ്സ്, സാഹചര്യം ഇല്ല ഉണ്ടായിട്ടില്ല. റിലേറ്റീവ്സിന് ആർക്കെങ്കിലും എനിവിടിക്കുക, ആരെങ്കിലും റിലേറ്റീവ്സിനോ ഒക്കെ ഓക്സിജൻ മാസ്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ആരെങ്കിലും എനിവിടിക്കുക? ഉണ്ട് ഉണ്ട് സാർ ഉണ്ട്. ഇല്ല അല്ലേ. പക്ഷെ ഞാൻ കേട്ടിട്ട്, ഉണ്ട്, റിലേറ്റീവ്സിന് ഉണ്ട് ഉണ്ട് വന്നിട്ടുണ്ട്. റിലേറ്റീവ്സിനുണ്ട്. ആ അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് സാറേ, ഒത്തിരി പൈസയാണ് ഇവിടെ. ഇപ്പം ബേബി മോർ, കോഴിക്കോടൻ ബേബി മോറൽ ഹോസ്പിറ്റലും മിംസും ഒക്കെ ഉള്ളത്. നമ്മളൊരു വൺ ഡേ തന്നെ ഹ്യൂജ് എമൗണ്ട് ആണ് പേയ്മെന്റ് വരിക. അല്ലെങ്കിൽ തന്നെ ICUലൊക്കെ ആണെങ്കിൽ, മെഡിക്കൽ ICU ഒക്കെ ആണെച്ചാൽ അപ്രോക്സിമേറ്റ്ലി 30,000 ഒക്കെ വരുന്നുണ്ട്. പ്ലസ് ഓക്സിജനും കൂടി ആകുമ്പോൾ പിന്നെയും ബില്ല് ഹൈക്കാവുക ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ശ്വാസം ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴേ ഈശ്വരൻ നമുക്ക് ഈ തരുന്ന ഒരു ശ്വാസം ഉണ്ടല്ലോ, അത് നമ്മൾ അത്ര മൂല്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത്ര കൊടുക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനത്തിന് വിലയില്ല എന്ന് പറയുന്നൊരു രീതി ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ആ ഒരു ഇത് നമുക്ക് ഓർത്ത് വെക്കാനുണ്ട്. നമുക്ക് ഈശ്വരൻ നമുക്ക് ഒത്തിരി കാര്യം തന്നിട്ടുണ്ട്. ഇപ്പൊ ശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. എയർ എന്ന് പറയും, വാട്ടർ. ഇവിടെ നമ്മൾ വീണ്ടും ഒരു ആൻഷ്യൻ ടെക്നിക്ക് പറഞ്ഞുതരാം, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മൾ ഇന്ന് തിയറി ബേസ്ഡ് അല്ല, പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ് കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ കുളിക്കുന്ന സമയത്ത്, നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഫീൽ ചെയ്യാറില്ലേ? ആം ഐ റൈറ്റ്? ഒരു കുളി കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറില്ലേ? ഉണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും. ഇല്ലേ? എന്താണ് അവിടെ സംഭവിക്കുന്നത് ആക്ച്വലി? നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ അഫക്ട് ചെയ്യുന്നുണ്ടാവാം വെള്ളം മേത്തിട്ട് വീഴുമ്പോൾ. നമ്മളൊരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുമല്ലേ? കുളി കഴിഞ്ഞ് വന്ന ഒരു ഹാപ്പിനെസ് ഒക്കെ വരാറില്ലേ? ഉണ്ട് ഉണ്ട്. ആ, ഈ വെള്ളത്തിന്റെ ഒരു സവിശേഷതയാണത്. വെള്ളം എന്ന് പറഞ്ഞാൽ പൊതുവിൽ പറയുന്നത്, നമ്മൾ ഈ ജലം എന്ന് പറയുന്നത് സ്വതവേ പവിത്രമാണെന്നാ പറയാം. വെള്ളം ശരിക്കും പവിത്രമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ ടെക്സ്റ്റിലും, ഹോളി ടെക്സ്റ്റസിലൊക്കെ പറയുന്നുണ്ട്. ഈ ശതപഥ ബ്രാഹ്മണം എന്ന് പറയുന്ന ഒരു ഹോളി ടെക്സ്റ്റ് ഉണ്ട്. അതിൽ പറയുന്നത്, മനുഷ്യൻ ഈ കള്ളം പറയുന്നതിനെ കൊണ്ട് എന്ത് ചെയ്യും, കള്ളം പറയുക എന്ന് പറയുന്ന ഒരു ശീലം മനുഷ്യർ പലരും ഉണ്ട്. അപ്പൊ ഈ കള്ളം പറയുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി ഇമ്പ്യൂരിറ്റീസ് ആണ് വരുന്നത്. അപ്പൊ അയാളെ ചുറ്റും എന്തല്ല അങ്ങനെ സാധനം ഓറയെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വെള്ളം നമ്മളിലേക്ക് വരുമ്പോൾ കുളിക്കുന്ന സമയത്ത് 2 നേരം കുളിക്കുമ്പോൾ നമ്മൾ ചെയ്തു വെച്ച കുറേ സാധനങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ഒരു കുളി കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നെസ് വരും. എന്ന് മാത്രമല്ല, ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള, അല്ലെ മെന്റലി എന്തെങ്കിലും സ്മോൾ ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോൾ സജഷൻ കൂടി വരാം. സ്ലൈറ്റ് ആയിട്ടുള്ള കേട്ടോ, ഞാൻ ഹെവി ആയിട്ടുള്ളൊക്കെ ആണെങ്കിൽ നിങ്ങൾ യു ഷുഡ് കൺസൾട്ട്. സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ, വെരി സ്ലൈറ്റ് ഡിപ്രഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ പറഞ്ഞ ഈ വാട്ടർ ചാർജിങ് ഉണ്ടല്ലോ, ചാർജ്ഡ് വാട്ടർ കഴിക്കുമ്പോൾ തന്നെ വലിയ ചേഞ്ചസ് ഉണ്ടാവും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റ പാട് കുറച്ച് വെള്ളം രാവിലെ കുടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് മാത്രമല്ല,
നിങ്ങൾ വെറുതെ പരീക്ഷ നോക്കുക. ഇത് വെറുതെ ഒരു കാര്യം പറഞ്ഞു പോകുമല്ലോ കേട്ടോ. അത്രയും ക്ലാരിറ്റിയോട് കൂടി ഞാൻ പറയുന്നത്. വെറുതെ നിങ്ങളൊന്ന് പരീക്ഷ നോക്കിയാൽ തന്നെ നിങ്ങളുടെ ഹോൾ ലൈഫിലെ ചേഞ്ച് വെറുതെ കുറച്ച് ദിവസം ഒരു 1 വീക്ക് ചെയ്ത് നോക്കുക. എഴുന്നേറ്റ ഉടനെ തന്നെ ഫ്രഷ് കുറച്ച് വെള്ളം കുടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട്. ഇനി നമ്മുടെ മൈൻഡിനൊരു ഇതൊക്കെ ഉണ്ടാവുകയെന്ന് ചോദിച്ചോ, ഡിസ്റ്റർബൻസും മറ്റൊക്കെ വരുവാണ് സമയത്ത് നമുക്ക് ചെയ്യാവുന്നൊരു വേറൊരു വെള്ളമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കുളിക്കുന്ന സമയത്ത് വീണ്ടും അഗ്നിഹോത്രം പഠിക്കുന്ന അഗ്നിഹോത്രത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഈശ്വരന്റെ വിഭൂതിയായ ജലം കൊണ്ട് എൻ്റെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുളിക്കുന്ന സമയത്ത് വെള്ളം നമ്മുടെ മേലെ ഒഴിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: ഈശ്വരന്റെ വിഭൂതിയായ, നിങ്ങൾ എന്ന് വിചാരിച്ചാൽ മതി, ഈശ്വരന്റെ വിഭൂതിയായ ജലം കൊണ്ട് എൻ്റെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്നു എന്ന് ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ തോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ചേഞ്ചസ് നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഇത് നമുക്ക് സോപ്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. സോപ്പൊക്കെ നമ്മുടെ ബോഡിയിൽ ചെയ്തതിന് ശേഷം വെള്ളം നമ്മുടെ മേലെ ഒഴിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ അഴുക്ക് മുഴുവൻ സോപ്പിലൂടെ പോകുന്നതായിട്ടൊന്ന് വിചാരിക്കുക. പൂർണ്ണമായിട്ടും പോകുന്നതായിട്ട് വിചാരിക്കുമ്പം ഒരു ദിവസം ചെയ്താൽ പോരാ, കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും, വലിയ മാറ്റം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വാട്ടർ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവമാണ്. അല്ലാതെ നമ്മളെ റിഫൈൻ ചെയ്യാൻ എന്തിനു പറ്റുന്നുണ്ട്? വെള്ളത്തിന് അപാരമായ സാധ്യതയുണ്ട്. വെള്ളത്തിന് അപാരമായ സാധ്യതയുണ്ട്. അതുപോലെ വേറൊരു സാധ്യത നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യം, ആഡ് ഓൺ ചെയ്യുന്നത് ബ്രീത്ത് നമ്മൾ ശരിയായ സമയം നമ്മൾ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്ത് എക്സെയിൽ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒരു വലിയൊരു എനർജി വരും. നമുക്കറിയാം, നമ്മളെല്ലാം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും ഇത് പറയാതെ തന്നെ ഓൾ ഓഫ് യു നോ വെരി മച്ച് അല്ലേ, ഈ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, പ്രാണന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മുടെ എയറിന്റെ ഇമ്പോർട്ടൻസ്, വാട്ടർ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് അറിയാം. അപ്പൊ സിമ്പിളാണ് കാര്യം. നമ്മള് നമ്മുടെ സർക്കിൾ ഒന്ന്, ക്ലോസ് സർക്കിൾ ഒന്ന് ജസ്റ്റ്, ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് പെന്നൊക്കെ ഉണ്ടെങ്കിൽ ആരടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു കാര്യം ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും. ചെറുതെ ഒരു കുഞ്ഞു കാര്യമുള്ളൂ, ഇത്രയുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ ഒരു ലാസ്റ്റ് 1 വീക്കിൽ ഏറ്റവും കൂടുതൽ, ലാസ്റ്റ് 1 വീക്ക് എടുത്താൽ മതി, ലാസ്റ്റ് 1 വീക്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ റെഗുലർ ബേസ്ഡ് ആയിട്ട്, അല്ലെ ലാസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടല്ലോ, 7 ദിവസം നിങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുടെ പേര്, 4-5 ആൾക്കാർ, അല്ലെങ്കിൽ 2-3 ആളുകളുടെ പേരൊന്നോ റൈറ്റ് ഡൗൺ പറ്റുന്നവർ, എല്ലാത്തവരും ഒന്ന് ജസ്റ്റ് വിചാരിച്ചാൽ മതി. എഴുതി കഴിഞ്ഞാൽ ഒന്ന് വൈ എന്ന് അടിച്ചിട്ടേക്കാം, യെസ് ചാറ്റില്. റഫ് സാറേ, റഫ് സാർ അവിടെ ഉണ്ടോ? എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ടല്ലോ, ഓക്കെ. റഫ് സാറേ, ഇത് ഈ സ്ക്രീൻ ഒന്ന് ഒഴിവാക്കാനുള്ള പരിപാടി എന്താണ്? ഒരു പരിപാടി, അത് സ്റ്റോപ്പ് ഷെയറിങ് അടിച്ചാൽ മതിയല്ലോ. ഷെയർ, സ്റ്റോപ്പ് ഷെയറിംഗ് ആണ് അടിക്കേണ്ടത് അല്ലേ? ആ മുകളിൽ സ്റ്റോപ്പ് ഷെയറിങ് കാണിക്കുന്നില്ലേ, ആ അതിന് ആ, അതേ പ്രസ് ചെയ്താൽ മതി. അതല്ല, അല്ല അവിടെ എന്താണ് മറ്റേ ആ ഇൻഡു മാർക്ക് ക്ലോസ് ചെയ്താല്, യെസ്, കണ്ടു കണ്ടു. ഓക്കെ, ഓക്കെ ഓക്കെ യെസ് നൗ യു ആർ ബാക്ക്. ഓക്കെ. സോ ചെയ്തു കഴിഞ്ഞില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ് ചെയ്തല്ലോ. ചെയ്തു. ഇതൊന്നും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മളെ ഈ ഒരു സർക്കിളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇപ്പൊ മാം ഒരു 3 പേര് അല്ലെങ്കിൽ 5 പേര് എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ട് ഉണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ 5 പേര് അല്ലെങ്കിൽ എത്ര എഴുതിയ ആള് നമ്മളെ വല്ലാത്ത ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. മാമിനെ അത്ര ബാധിക്കൂല, മാം കുറച്ചുകൂടി. എനിവേ, അല്ലാത്ത സാധാരണ ആളുകളിൽ അവർ ആ സർക്കിൾ ഉണ്ടല്ലോ, അവർ ഓൺ എ ഡെയിലി ബേസിസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ചാറ്റ് ചെയ്യുന്ന ആളുകളെ ഇവരുടെ മൈൻഡിനെ വല്ലാതെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അവർ ശകലം നെഗറ്റീവായിട്ടുള്ള പറയുന്ന ഒരാളുകളാണ്, ചേച്ചി ഗോസിപ്പ് പറയുന്ന ഒരാളാണെങ്കിൽ ആളുകളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹാബിറ്റ് നമുക്ക് അറിയാതെ നമുക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ റെഗുലർ ബേസിസ് നമ്മൾ അവരായിട്ട് നമ്മുടെ സർക്കിളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ല നമ്മളിപ്പോൾ ഞാൻ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയും ഹാപ്പി മോർണിംഗ് എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓക്കെ ഫൈൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു NLP, മാം സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്, NLPയുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്ത, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
നല്ല റോള് നമ്മുടെ ലൈഫിൽ വളരെ ഉണ്ട്. നമുക്ക് നല്ല ആളുകളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. വിൽ ഗെറ്റ് എനർജിയാണ്. ദ സെയിം ആസ് ഹാപ്പൻ ഇൻ വൈൽ വി യൂസിങ് വാട്ടർ. വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ കുളിക്കുന്ന സമയത്തായാലും, നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്തായാലും, ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കുറച്ച് ദിവസം വെച്ച് നോക്കും. വെള്ളത്തെ ഒന്ന് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ഒരു ഈശ്വരീയമായ സംഭവം വരുന്നു, ഒരു റിഫൈൻഡ് ആയിട്ടുള്ള സാധനം വരുന്നു എന്നുള്ള ചിന്തയിൽ വെള്ളം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, പകരം ചായ കാപ്പിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക. പകരം പറ്റുന്നിടത്തോളം, സ്ഥിരം കുടിക്കുന്നവർ കുടിച്ചോളൂ. ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഒരു എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ആ സമയത്ത് ഒരു അഫർമേഷൻ സെറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളത്തെ ഒന്ന് ചാർജ് ചെയ്തിട്ട് അഫർമേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് അധിക നേരം നമ്മളൊക്കെ പറയാറുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയാറില്ല. നെഗറ്റീവ്സ് ഒക്കെ കേൾക്കാനും പറയാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അപ്പം തന്നെ നമുക്കൊരു ഗിൽറ്റ് ഫീൽ ചെയ്യാറുണ്ട്. അയ്യോ ദൈവമേ, ഞാൻ എന്താ ഈ പറയുന്നത്, ഞാൻ എന്താ ചിന്തിക്കുന്ന തോട്ടിൽ വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇത് ചെയ്താൽ. ഇറ്റ്സ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഐ എം ടെല്ലിങ് യു വിത്ത് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഒരാൾ ഇത് പറയുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഈ വെള്ളം കൊണ്ട് കൊണ്ടുവരുന്ന സമയത്ത് എടുത്തു വരുമ്പം ചെയ്തൊരു കാര്യം വെച്ചാൽ, വെള്ളം അവിടെ ഇതിൽ ബോട്ടിൽ ചെയ്ത് ചൂടുള്ള വെള്ളം വൈഫാക്കി വെച്ചു. അപ്പം തന്നെ ഞാൻ ആ വെള്ളം എടുത്ത് വെള്ളം ഒഴിക്കുമ്പോൾ വൈഫിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു പ്രാക്ടീസ് ആയിട്ട് മാറും. ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിൽ ആ ഒരു സംഭവം നമുക്ക് വരും. അതിൻ്റെ ഇത് ഓവറോൾ ത്രൂ ഔട്ട് നമ്മൾ ഇനി കമ്മിങ് ഡേയ്സിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും എന്ന് മാത്രമേ ഈ വാട്ടർ തെറാപ്പിയോട് ഞാൻ ഉദ്ദേശിച്ച സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ഒറ്റ പോയിന്റ് ഉള്ളൂ. വെള്ളം നമ്മളെ ശരിക്കും പ്യൂരിഫൈ ചെയ്യുന്ന, നമ്മുടെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന, നമ്മുടെ ബോഡിയെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ നമ്മൾ എന്തല്ല, ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ പള്ളിയിലേക്കൊക്കെ നിസ്കരിക്കാനൊക്കെ പോകും. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഷെഫീക്ക്, കൊണ്ടോട്ടിയിലെ ഷെഫീക്ക് പറഞ്ഞാണ്, വേറൊരു കൂട്ടുകാരനുണ്ട്, അവൻ പോകുമ്പോൾ, അവൻ ശരിക്കും ചെയ്യുന്ന ഒരാളുണ്ട് ഈ ഷെഫീക്ക്. അവൻ ഈ നിസ്കരിക്കാൻ എന്ന് പറയുന്ന സമയത്ത് ഹാഫ് ആൻ അവർ പോകുമ്പോൾ, ഞാൻ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കുത്തുബ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. എസ്പെഷ്യലി ഫ്രൈഡേസ് ഒക്കെയാണ്, കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. ഒന്ന് റിഫൈൻഡ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇവൻ ഈ സമയത്ത് പോകുന്നത് എന്തിനാ വെച്ചാൽ, നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹാഫ് ആൻ അവർ ഈ ഫോണൊക്കെ ചെയ്യാനുള്ള കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഈ ബാങ്കിൽ നിന്ന് നമ്മളത് ചോദിച്ച് പെർമിഷൻ ചോദിച്ചു പോകുന്നത്, അയാൾക്ക് വേറെ ചാറ്റിങ്ങിനാണ് പോകുന്നത്. ആക്ച്വലി പർപ്പസ് എന്താണ്, നമ്മളെ മെന്റൽ റിഫൈൻമെന്റ്. ഞാൻ ബ്ലെയിം ചെയ്തതല്ല. അപ്പൊ ഈ നമ്മൾ ഈ ചെയ്യുന്ന പർപ്പസ് എന്താണ്. ഇപ്പൊ പ്രേയറിനാണ്. ഇപ്പൊ വീട്ടില് ഇത് തമാശയായിട്ട് പറയും, നമ്മള് അഗ്നിഹോത്രമൊക്കെ ചെയ്യുമ്പോൾ എന്താ അടുക്കള എന്തോ ചെയ്യുന്നുണ്ടെന്ന് വിളിച്ച് അകത്ത് സ്മെല്ലൊക്കെ വിളിച്ചു ചോദിക്കും. നമ്മളെന്താ ചെയ്യുന്നത് നമുക്ക് അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്തില്ല ആ കാര്യമില്ല. നമ്മൾ എന്ത് കാര്യം, വാട്ട് എവർ വി ആർ ഡൂയിങ്, അപ്പൊ നമ്മളത് കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ട് അവെയർ ആയിട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് റിസൾട്ട്. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. വെള്ളം മാത്രം ഉപയോഗിച്ച് കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നുള്ള ഒരു സിമ്പിൾ മെസ്സേജാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഡീറ്റെയിൽ ആയുള്ള സ്ലൈഡ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, ഐ വിൽ ലേൺ ഇറ്റ്, കുറച്ചുകൂടി പഠിച്ച് വരാം. സോ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ആക്റ്റീവ് ലിസണിങ് ആൻഡ് യുവർ പാർട്ടിസിപ്പേഷൻ. ഈ പ്ലാറ്റ്ഫോമിനോട് ഞാൻ ശരിക്കും നന്ദി പറയുന്നത്. എസ്പെഷ്യലി ഇപ്പം അർച്ചന മാമിനെയും ഫൈസൽ സാറിനെയൊക്കെ ഓർക്കുന്നത് ഇങ്ങനെ ഒരു സാറിന് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ റബ്ബ് സാർ അവിടെ ഉണ്ട്. സാറ് ഇതുപോലെ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാനും. ഞാൻ PPT ഉണ്ടാക്കി വെച്ചിരുന്നു. ഇപ്പോൾ ഒന്നേ കിട്ടിയുള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ, പിന്നെ ഈ നോക്കി പറയുന്ന ഒരു ഭംഗിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്, അത് പറയാൻ നിന്നില്ല. പിന്നെ നമ്മുടെ സർക്കിൾ അത്ര റിഫൈൻ സർക്കിൾ ആയതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്കറിയാം. സോ നിങ്ങൾ എന്നെ കേട്ടതിനും നിങ്ങളെല്ലാവരോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഹാവ് എ വണ്ടർഫുൾ സൂപ്പർ മാർവലസ് ഡേ ഫോർ ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. ഹലോ, കേൾക്കുന്നുണ്ടോ? യുവർ മ്യൂട്ട്. ഓക്കെ. കേൾക്കുന്നുണ്ട്. യെസ്. വെരി ഗുഡ്.
ആ വാട്ടർ വെള്ളത്തിന്റെ ഒരു ശക്തി, അതിന്റെ ഒരു പവർ, അത് നമ്മൾക്ക് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ്ങിന് നല്ലതാണെന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും വരുത്താനായിട്ട് പറ്റുന്ന ഒരു ക്ലാസ് ആയിരുന്നു. കുറച്ചേറെ കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞു. കുറച്ച് ഡീറ്റെയിൽസ് കൂടുതൽ യു ഹാഡ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത പ്രാവശ്യം അതിന് കൂടുതലായിട്ട് അതിന്റെ സ്ലൈഡ്സും ഒക്കെ കാണിക്കാൻ പറ്റട്ടെ. ശരിക്കും പലതരത്തിൽ നമുക്ക് വെള്ളം പ്രയോജനമാണല്ലോ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ്ങിന്. ഇപ്പൊ വാട്ടർ തെറപ്പി എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് ഈസ് ഓൾസോ എ വാട്ടർ തെറപ്പി റിയലി. പിന്നെ അതുപോലെ നമ്മൾ വെള്ളത്തിൽ കാല് മുക്കി വെക്കത്തില്ലേ, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഈ വെള്ളം നമുക്ക് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ്ങിന് ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ നേരത്തെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു മസാറു ഇമോട്ടോ എന്ന് പറഞ്ഞ ഒരാൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്. അതായത് ഒരു കണ്ടെയ്നറിനകത്ത് വെള്ളം വെച്ചിട്ട് ആ കണ്ടെയ്നറിന്റെ കുപ്പി അല്ലെങ്കിൽ കുപ്പിയുടെ പുറത്ത് അഫർമേഷൻസ് എഴുതിയത് വെച്ചു. അങ്ങനെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിന് തന്നെ ചേഞ്ച് വന്നു. ഒരു സെക്കൻഡ്, എന്റെ ചാർജ് തീരാറ്, ഞാൻ ഒന്ന് കുത്തിക്കോട്ടെ. താങ്ക് യു. യെസ്. അപ്പം അവരതിനകത്ത് പുള്ളി കണ്ടുപിടിച്ചത് പോസിറ്റീവ് അഫർമേഷൻസ് എഴുതിയ കണ്ടെയ്നറിലെ വെള്ളത്തിനകത്ത് ബ്യൂട്ടിഫുൾ ക്രിസ്റ്റൽസ് ഫോം ചെയ്തു. മറ്റേതിനകത്ത് അങ്ങനെയല്ല, നെഗറ്റീവായിട്ടുള്ളതിനകത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള നല്ല ക്രിസ്റ്റൽസ് അല്ല ഫോം ചെയ്തു. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര പ്രചാരം കിട്ടിയിട്ടില്ല. കുറെ പേരൊക്കെ അതിനെ സയന്റിഫിക് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ ഞാനത് കേട്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്തായിരുന്നു, ബോട്ടിലിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കുറെ ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. എനിവേ ഈ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് അത് നിറയെ വേണമെന്നുണ്ടോ? കൈ മോളി വെക്കുന്ന കാര്യം പറഞ്ഞത്. വെള്ളം നമ്മള് കുറച്ച് വെള്ളമായാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ വെള്ളം എടുത്തിട്ട് നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ആ ഗ്ലാസിന്റെ മുകളിൽ ഇങ്ങനെ ഇതല്ലാതെ വേറെ സാധാ ഗ്ലാസ്സിന്റെ മുകളിൽ കുറച്ച് കൈ ഒന്ന് വെച്ചാൽ മതി. ആ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് കൈ വെക്കുമ്പോഴത്തേക്കും വെള്ളം നമ്മുടെ കയ്യെ വലിക്കും ഓക്കെ ചെറുതായിട്ട്. 30 ഓക്കെ. സെക്കൻഡ്, ഒരു 1 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒരു ഉള്ളുന്നൊരു ഇത് വരും. അപ്പം വെള്ളം ചാർജ് ആയി അതിന്റെ മീനിങ്. അപ്പൊ അത് കപ്പിൽ വേണമെന്നില്ലല്ലോ. ഇല്ല, കപ്പിൽ വേണമെന്നില്ല, ചെറിയ ഗ്ലാസ്സിൽ എന്തിലായാലും മതി. ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ലല്ലോ. വെള്ളത്തിന്റെ മുകളിൽ കൈവയ്ക്കുമ്പോ വെള്ളത്തിന്റെ സ്വഭാവമുണ്ട്. ഓക്കെ, ഐ ട്രൈ ദാറ്റ്. ഞാൻ ദിവസവും രാവിലെ അപ്പൊ എഴുന്നേറ്റ വെള്ളം ഒരു ഉടനെ വെള്ളം 30 കുടിക്കും. സെക്കൻഡ്, ഒരു 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കൈ വലിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ അപ്പൊ വെള്ളം ചാർജ് ആയെന്ന് അതിന്റെ അർത്ഥം. ആ എനിവേ, വെള്ളം എന്ന് പറയുന്നത് ദൈവം തരുന്ന അമൂല്യമായിട്ടൊരു സാധനം. അത് ഫിസിക്കലി മെന്റലി നമ്മളുടെ ഹെൽത്തിനും നമ്മളെ പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണെന്നുള്ള ആ ഒരു മെസ്സേജ് സ്ട്രെസ് ചെയ്ത് തന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ. ഗുഡ് മോർണിംഗ് ബിജു സർ. മോർണിംഗ്. നല്ലൊരു ടോപ്പിക്. ആദ്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് ഈ വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മളൊന്ന് കാം ഡൗൺ ആവുന്ന എനിക്ക് തോന്നുന്നല്ലേ, ദേഷ്യം വരുമ്പോഴൊക്കെ. അപ്പൊ അതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള കുറെ എക്സ്പ്ലനേഷൻ ഒക്കെ കുറെ കേൾക്കാൻ പറ്റി. സാറൊരു കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഇനിയും ഇതുപോലെയുള്ള സെഷനുകളുമായിട്ട് വരണം. സാറിന് ഈ യോഗയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്നും അറിയാം. അപ്പൊ അത്തരം സെഷനുകളൊക്കെ നമ്മളുമായിട്ട് യോഗ, മെഡിറ്റേഷൻ, അതുപോലെയുള്ള ഇത്തരം തെറാപ്പികൾ എല്ലാം ഷെയർ ചെയ്യുക മോർണിംഗ് സർക്കിളിൽ. വളരെ സന്തോഷം. എന്തായാലും സാർ പറഞ്ഞതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും. താങ്ക് യു താങ്ക് യു. സാർ. ഇത് ഒരാള് ചോദിച്ചിട്ടുണ്ട്, ആ വെള്ളം കുടിക്കാനുള്ളതാണ്. ഇത് ശുദ്ധ വെള്ളമാണ്, അത് നമ്മൾ ചാർജ് ചെയ്ത് നമ്മൾ കുടിക്കണം. ഡൗട്ടും മാം ചോദിച്ചോടെ, നിഷ മാം ചോദിച്ചു, അത് കുടിക്കാൻ അപ്പോഴാണ് നമ്മൾ റിഫൈൻഡ് ആവുന്നത്. അത് നമ്മൾ ആ വെള്ളം കൈ ഇങ്ങനെ വെച്ചിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കണല്ലേ, കൈ വെച്ചിരുന്നാൽ മാത്രം ചാർജ് പോരാ? ചെയ്താൽ വെള്ളം കുടിച്ചാലല്ലേ അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നുള്ളൂ. ഓ ഓക്കെ ഓക്കെ. നമ്മൾ ആ അതെനിക്ക് വെള്ളം നമ്മൾ മനസ്സിലായില്ലായിരുന്നു. താങ്ക് യു. ചാർജ് ചെയ്ത വെള്ളം നമ്മൾ കുടിക്കണം. നല്ല ശുദ്ധ വെള്ളമുള്ള നമ്മൾ എടുക്കുന്നത്. അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മളെ ഏറ്റവും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള വാട്ടറാണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മളെ ബോഡി അതെ അതെ. മൈൻഡിനെ റിഫൈൻ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ ചാർജ് ചെയ്തിട്ട് നമ്മൾ കുടിക്കണം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.
ഇത് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്ത് സാറേ നോക്ക്. അത് സാറേ അത് പച്ചവെള്ളമല്ലേ വേണ്ടത്, അല്ലാതെ തിളപ്പിച്ച വെള്ളം പാടില്ലല്ലോ. അല്ല, ഇളം ചൂട് ഞാൻ വെച്ചാൽ ചിലർക്ക് തണുത്ത വെള്ളം കഴിച്ചാൽ ത്രോട്ടിന്, എനിക്ക് തണുത്ത വെള്ളം കഴിച്ചാൽ ത്രോട്ടിന് അത്ര സുഖമല്ല. അപ്പം ഇളം ചൂടുവെള്ളമായാലും നമുക്ക് എന്തല്ല, അപ്പം ആളുകൾക്ക് ചിലർക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വെള്ളം ഇളം ചൂടുവെള്ളമായാലും ചാർജ് ആവും, ഏത് വെള്ളമായാലും ചാർജ് ആവും. പച്ചവെള്ളത്തിന് നാച്ചുറലായിട്ട് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, യോഗ ബേസ്ഡ് അല്ലെങ്കിൽ നാച്ചുറോപ്പതിയിലൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിൽ ആളുകൾക്ക് ത്രോട്ടിന്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതിനെ കൊണ്ട് അത് നമ്മൾ സജസ്റ്റ് ചെയ്യാതിരുന്നു. ഈ ചൂടുവെള്ളവും ചെറിയ ഗുഡ് മോർണിംഗ് ചൂടുവെള്ളവും സാർ. തണുത്ത വെള്ളവും മാറി മാറി മുഖം കഴുകിയാല് നല്ല ഇഫക്റ്റ് ആണെന്നാ പറയുന്നത്. ആ, അത് രണ്ടും മിക്സ് മാറി മാറി ചെയ്യാൻ ചില വലിയ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അവര്. അതെ അതെ, അങ്ങനെയുണ്ട്. അതിപ്പോ നമുക്ക് ബോഡിയിൽ എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ, ഞാൻ അതിന്റെ സ്ലൈഡ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ. ബോഡിയിൽ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് വെള്ളം, തണുത്ത വെള്ളം കുറച്ച് ഒരു ഭാഗത്ത് ആക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് പാമ്പ് കൊണ്ട് മസാജ് ചെയ്തിട്ട് പിന്നെ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ആ സൈഡ് വന്നില്ല. ആ ചൂടുവെള്ളം മാറി മാറി ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ഹീലിംഗ് ഉണ്ടെന്നാണ് വെള്ളത്തെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഈ പിള്ളേരൊക്കെ എവിടെയെങ്കിലും മുട്ടുകയോ തട്ടുകയോ ഒക്കെ ചെയ്താലും വെള്ളം തൊട്ട് തടവുമല്ലോ. അങ്ങനെ. അപ്പൊ ഇത് ഒരു ആൻഷ്യൻ നോളജാണ്, നമ്മുടെ കയ്യിലുള്ള നോളജ്, നമ്മുടെ പണ്ടുള്ളവർ പറഞ്ഞു വെച്ച ഒരു കാഴ്ചപ്പാട്. അല്ലെങ്കിൽ ഇപ്പൊ എത്ര വർഷം മുമ്പാണ് ഇപ്പൊ ഈ നിസ്കരിക്കുന്നതിന് മുമ്പൊക്കെ ഈ ഒന്നെടുക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിയത്? ഇപ്പൊ തുടങ്ങിയൊന്നല്ലല്ലോ. സോറി, അൻസർ സർ പറയാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഞാൻ സംസാരിക്കാൻ നമ്മൾ ഒരുമിച്ച് വന്നത്. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് മോർണിംഗ്. ഈ ചൈനയില് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ജലതെറാപ്പി ഉള്ളതാണ്. ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു 5000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ജലതെറാപ്പി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഏതൊരു അസുഖത്തിനും വെള്ളം കൊണ്ട് തന്നെ അസുഖം മാറ്റുന്ന ഒരു രീതിയുണ്ട്. എല്ലാ അസുഖങ്ങളും ഇപ്പൊ കൈകാലം ഒടിഞ്ഞാൽ പോലും അല്ലാതെ വേറെ നമ്മുടെ ഇപ്പോൾ ഉള്ള എല്ലാ പ്രൈമറി കോംപ്ലക്സുകളായ എല്ലാ അസുഖങ്ങൾക്കും വെള്ളം കൊണ്ട് മാത്രം അസുഖം മാറ്റുന്ന രീതിയുണ്ട്. ഞാൻ ആദ്യം ജലതെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പൊ സാറ് ഇതിനെ കുറിച്ചാണ് പറയുന്നത് വിചാരിച്ചത്. എനിവേ നല്ല സെഷനായിരുന്നു. സാർ വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. അൻസാർ സർ വീഡിയോ ഓഫ് ആക്കുവോ? എനിക്കൊരു കേൾക്കുന്നില്ല. അൻസാർ സർ അതിന്റെ ഒരു ടെൻഷൻ വന്നായിരുന്നു. സർ പറയുന്നൊന്നും കേട്ടില്ല. സർ ഒന്ന് ഈ വീഡിയോ ഓഫ് ആക്കിയിട്ട് ജലതെറാപ്പി സംസാരിക്കും. ആ, ഓക്കെ ഇപ്പൊ ഓക്കെ ആയോ? ആ, ഇപ്പൊ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഞാന് വീട്ടിലെ റേഞ്ച് ഇഷ്യൂ വരുന്നുണ്ട് ഇവിടെ. അതാ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, ഇടയ്ക്ക് ഇപ്പോഴും ബ്രേക്ക് ഉണ്ട്. ഇപ്പോഴും ഉണ്ടാ? ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ പറഞ്ഞത് കേട്ടു. ഇടയ്ക്കിടയ്ക്ക് അതായത് വരും. നമ്മുടെ ചൈനയിലൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ജലതെറാപ്പി ഉണ്ട്. എല്ലാ അസുഖങ്ങൾക്കും പ്രൈമറി കോംപ്ലക്സുകളും മാത്രമല്ല, ആക്സിഡന്റ് ആയിട്ടും കൈ ഒടിവ്, കാലുകൾ ഒടിവിനൊക്കെ എല്ലാത്തിനും ഈ ജലതെറാപ്പി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ സാറിന്റെ വാട്ടർ തെറാപ്പി കണക്ട് ചെയ്തിട്ടാണ് പോണെന്ന് വിചാരിച്ചിരുന്നത്. അത് മാത്രല്ല, നമ്മൾക്ക് ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. യെസ് യെസ് അങ്ങനെ യെസ്. അത് ഫാസ്റ്റിംഗ് ആണ്, തെറാപ്പി ആയിട്ടല്ല, അത് വാട്ടർ ഫാസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. എനിവേ നല്ല സെഷൻ ആയിരുന്നു ബിജു സാർ. പിന്നെ ബിജു സാർ കഴിഞ്ഞ പ്രാവശ്യം വരാതിരുന്നപ്പോ ഞങ്ങളെ ഗ്യാപ്പ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ഫില്ല് ചെയ്തത് ചെയ്തല്ലേ? അന്നത്തെ നിങ്ങള് സെഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ആ ഞാൻ അന്ന് ചെയ്തത്. ഉറങ്ങിപ്പോയി എഴുന്നേക്കാൻ. ഇന്ന് പിന്നെ രാവിലെ 5 മണിക്ക് എനിവേ സജ്ജന നല്ല മാമിനെ സെഷൻ ആയിരുന്നു. വിളിച്ചു. താങ്ക് യു സാർ. ഇന്ന് രാവിലെ അതാ ഞാൻ സജ്ജന മാമിന് ആദ്യമേ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞത്. ഇന്ന് രാവിലെ 5 മണിക്ക് എന്നെ വിളിച്ചു. ഈ ജാപ്പനീസിന്റെ ആണല്ലോ ഈ ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. പണ്ട് തൊട്ടേ അവര് രാവിലെ എഴുന്നേറ്റ ഉടനെ കുറച്ച് കൂടുതൽ വെള്ളം കുടിച്ചാൽ ആ അത് വെള്ളം, ആ യെസ് യെസ്. വെള്ളം നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം ഇമ്പ്യൂരിറ്റീസ് എല്ലാം വാഷ് ഔട്ട് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണല്ലോ. ഞാൻ അത് ഫോളോ ചെയ്യുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് വെള്ളം കുടിക്കും. ഓക്കെ ഫൈൻ.
സോ താങ്ക് യു ബിജു സാർ. യു ആർ ദേർ അല്ലേ? വന്നിട്ടുണ്ട്, നന്നായി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ജോയിൻ ആയി, പക്ഷെ എന്നാലും എനിക്ക് ഇടക്ക് കട്ടായി പോണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കയറിയ ഒരു ക്ലാസ് ആയിരുന്നു. വെയിറ്റ് ചെയ്തിട്ട് ഒരു ദിവസം കിട്ടാണ്ട് പിന്നെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ കയറിയതായിരുന്നു. അപ്പൊ എന്തായാലും റെക്കോർഡ് ഞാൻ കാണും. എനിക്ക് അതിന്റെ ഇടയിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ കേട്ടു. സാറ് എന്തായാലും ഇതിന്റെ സയന്റിഫിക് വശങ്ങളൊക്കെ പറഞ്ഞു തന്നു വെള്ളത്തിന്റെ. പിന്നെ സാറ് പറഞ്ഞ പോലെ ഓക്സിജന്റെ ഒക്കെ കാര്യം ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു. എന്റെ മോന് ചെറുപ്പത്തിൽ ഓക്സിജൻ ലോ ആയിട്ട് ICUവില് ഉണ്ടായിരുന്നു 5-8 ദിവസം. അപ്പോഴൊക്കെ ഞാനിപ്പോ സാറ് പറയുമ്പോ ഓർക്കണം, നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോ എന്താണ് നമുക്ക് അതിന്റെ വില അറിയില്ല. നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുമില്ല, നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. നല്ല സെഷൻ ആയിരുന്നു. പിന്നെ സാറ് ഈ പറഞ്ഞ പോലെ നമ്മുടെ വേദഗ്രന്ഥങ്ങളിലും എല്ലാം വെള്ളത്തിന്റെ ആ ഒരു ഇത് ശരിക്കും പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ മന്ത്രി സൂടാന്നൊക്കെ പറയും, വെള്ളത്തിൽ ഇങ്ങനെ അഫർമേഷൻ ചെയ്തിട്ട് അതൊക്കെ അതിന്റെ പിന്നിലൊക്കെ സയൻസ് ഇതാണെന്ന് മനസ്സിലായി. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Thank you. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. ആരും ഇപ്പൊ പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നല്ലേ? അതെ മാം, ഇനി ആർക്കും ലിഫ്ന മാം ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, വൈൻഡപ്പ് ചെയ്യാലേ അപ്പൊ നമുക്ക്. അതാ, അപ്പൊ ഇനിയും ഗ്രൂപ്പിൽ ഇടുമായിരിക്കുമല്ലോ ഫീഡ്ബാക്ക്. സോ ഷാൽ വി എല്ലാവരും വൈൻഡ് അപ്പ്? ഫീഡ്ബാക്കിൽ ഗ്രൂപ്പിലിടാം. പിന്നെ സാറ് കുറച്ച് സ്ലൈഡുകളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തായാലും ഒരു ദിവസം വന്ന് എടുക്കണം. ഞാൻ നെക്സ്റ്റ് ടൈം സ്ലൈഡ് അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ ഒരു കുഴപ്പമില്ല സാർ. ആദ്യത്തെ സ്ലൈഡ് ഇതന്നെ ആയിരുന്നില്ല, അവിടെ തന്നെ സ്ലൈഡ് പേടിച്ചു. ഫസ്റ്റ് സ്ലൈഡ് നമ്മള് സാർ എന്നാലും ട്രൈ ചെയ്തല്ലോ, ഇനിയിപ്പോ സാർ അത് ശരിയായിക്കോളൂ ഓരോ പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ. ശ്രമിച്ചു. അപ്പൊ സ്ലൈഡ് ഒന്നും വന്നല്ല. ഇനി അടുത്ത തവണ അങ്ങനെ പതിയെ അതെ ശരിയായി. ഓക്കെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തേക്കട്ടെ? ക്ലോസ് ചെയ്യാലോ? സ്റ്റോപ്പ് ചെയ്തില്ലും കുഴപ്പമില്ല സാർ, മാം എൻഡ് ചെയ്തോളൂ. എൻഡോൾ കൊടുത്താൽ മതി മാം. സ്റ്റോപ്പ് റെക്കോർഡിംഗ് വേണ്ടേ? അല്ല മാം, എൻഡോൾ കൊടുത്താൽ മതി. എൻഡോൾ കൊടുത്താൽ മതി. ഓക്കെ ശരി.